ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ജർമ്മൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കോൾഡ് ഹെൽ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു സൈക്കോ ത്രില്ലർ മൂവി കാണുമ്പോഴത്തേക്കും അതിൽ ആ ഒരു സൈക്കോയുടെ കയ്യിൽ ഒരിക്കലും ഹീറോയിൻ അല്ലെങ്കിൽ ഹീറോ ഇവരെ രണ്ടുപേരെയും കിട്ടരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ഒരു സൈക്കോയിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും രക്ഷപ്പെടണമെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഈ മൂവിയിൽ ഒരു തവണയെങ്കിലും ഹീറോയിന്റെ കയ്യിൽ സൈക്കോയെ കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിനൊരു കാരണമുണ്ട്. അത് നിങ്ങൾ ഈ മൂവി കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുമല്ല, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ടെൻഷൻ അടിപ്പിച്ചിട്ടായിരിക്കും മൂവി അവസാനം വരെ കൊണ്ടുപോകുന്നത്. അതല്ല എന്താണ് ഈ മൂവി എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നല്ല നിങ്ങൾ ഈ മൂവി ഫുള്ളായിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ഓസ്കയാണ്. അവളൊരു ടാക്സി ഡ്രൈവറാണ്. രാത്രി സമയങ്ങളിൽ ടാക്സി ഓടും, പകൽ സമയങ്ങളിൽ അവൾ ഈ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യും. കൂടാതെ അവളുടെ പഠിത്തം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തൻ്റെ ഫാമിലിയിൽ നിന്നും മാറി നിന്നിട്ട് തനിക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സി അവൾ ഓടിക്കുന്നത്. ഇപ്പോൾ തനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് ഈ ഒരു ടാക്സി ഓടിക്കുക എന്നുള്ളത്. കാരണം അവളുടെ ടാക്സിയിൽ കയറുന്ന ആളുകളുടെ ആ ഒരു സ്വഭാവം തന്നെയാണ്. ചിലർ കുടിച്ചിട്ട് കയറും, ചിലർ ഈ പ്രണയിക്കുന്നവർ കയറിയിട്ട് അവരുടേതായിട്ടുള്ള കോപ്രായങ്ങൾ കാണിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ. അങ്ങനെ ഇതെല്ലാം സഹിച്ചു പിടിച്ച് അന്നത്തെ ദിവസം ആ ഒരു ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വണ്ടി കൊണ്ട് അവൾ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ താഴെ കൊണ്ടിടാനായിട്ട് വരുമ്പോഴത്തേക്കും അതേ സമയം തന്നെ മറ്റൊരിടത്ത് നമ്മുടെ ഹീറോയിൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് വേറൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ഒരു റൂമിനകത്ത് ആരോ ഒരാള് ഒരു കോൾ ഗേൾ ഉണ്ടല്ലോ അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ത്രീ ആണെങ്കിൽ അകത്തേക്ക് വന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അയാളുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ തന്റെ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വഴിയിലൂടെ വണ്ടി കൊണ്ട് പോകുമ്പോഴത്തേക്കും വേറൊരുത്തൻ വണ്ടി കൊണ്ടുവന്നിട്ട് റോഡിലിട്ടേക്കാണ്. അപ്പോൾ ഹീറോയിൻ ആദ്യം 2-3 തവണ ഹോൺ അടിക്കും, പക്ഷെ അവൻ മാറ്റത്തില്ല. ഇത് കണ്ട ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ല നിങ്ങൾക്ക് എന്താ പ്രശ്നം, വണ്ടി എടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവ ഹീറോയിനോട് മോശമായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആദ്യം ഓക്കെ എന്തായാലും നിന്റെ സുഹൃത്തിനോട് വണ്ടി എടുത്ത് മാറ്റാൻ പറയും എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഇപ്പോൾ ഒരു പെണ്ണായതുകൊണ്ട് തന്നെ അവൻ ഹീറോയിനെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ആ ഒരു റൂമിനകത്ത് കാണിക്കുമ്പോൾ ആ ഒരു കോൾഗേളായിട്ടുള്ള സ്ത്രീ ആണല്ലോ, അവരുടെ പിറകിൽ വന്ന ആ ഒരുത്തൻ ആ സ്ത്രീയുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് അവരുടെ തല പിടിച്ച് ജനാലയിലേക്ക് ഒരു ഒറ്റയിടി എന്നിട്ട് അവരെ എടുത്ത് റൂമിലേക്ക് എറിയുന്നു. കറക്റ്റ് സമയം തന്നെ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ കാർ തടഞ്ഞു നിൽക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ അങ്ങനെ പിടിച്ചു വെച്ച് രണ്ടിടി ഈ കാറിലേക്ക് പിടിച്ചൊരു ഇടി കൂടി ഇടിക്കുന്നതും അവൻ ഇപ്പോൾ അനങ്ങാൻ കഴിയാതെ താഴെ കിടക്കാണ്. അപ്പോൾ അവന്റെ സുഹൃത്തിനോട് പറയും ശരി നിന്റെ സുഹൃത്തിനെ എടുത്തിട്ട് പോയിക്കോ എന്നിട്ട് കാർ എടുത്ത് മാറ്റാൻ പറയുമ്പോൾ അവൻ പേടിച്ച് വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റാണ്. എന്നിട്ടാണ് ഹീറോയിൻ തന്റെ വണ്ടിയുമായിട്ട് നേരെ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ ഈ ഒരു റൂമിനകത്ത് കാണിക്കുമ്പോഴാണ് ആ സ്ത്രീയെ അതിനകത്തുള്ള ഒരുത്തൻ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. എന്താന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ കൈയും കാലും വായെല്ലാം കെട്ടിയിട്ടിട്ട് അവർ ദേഹം മുഴുവൻ മുറിച്ച് പലയിടങ്ങളിൽ ചൂട് കൊടുത്ത് ഭയങ്കര കൊടൂരമായിട്ടാണ് ആ സ്ത്രീയെ കൊല്ലുന്നത്. അങ്ങനെ ഹീറോയിൻ തന്റെ അപ്പാർട്ട്മെന്റിന്റെ താഴെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും സമീർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഹീറോയിനെ വിളിക്കും. ഓസ്കാ നീ അവളെ കണ്ടോ, റാണിയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല, എന്തു പറ്റി? ഇല്ല കുഞ്ഞിവിടെ ഉണ്ട്, അവൾ കരയാണ്, എനിക്ക് ജോലിക്ക് പോകണമെന്നല്ല പറയുന്നുണ്ട്, വേറെ ഒന്നല്ല ഹീറോയിന്റെ സുഹൃത്തായിട്ടുള്ള റാണിയ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്, അവളുടെ ഭർത്താവാണിത്. അതുപോലെ ആ പെണ്ണിനാണെങ്കിലോ അവളുടെ ഭർത്താവിന് അത്രയും സംശയമാണ്. അപ്പൊ ഇതിനെപ്പറ്റിയെല്ലാം ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാതെ നേരെ അവളുടെ റൂമിലേക്ക് കയറിപ്പോവും. അങ്ങനെ തന്റെ റൂമിനകത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ ബാത്റൂമിൽ നിന്ന് എന്തോ ഒരു സ്മെല്ല് വരുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. അത് കാരണം ആ ക്ലോസറ്റിലേക്ക് കയറി നിന്നിട്ട് ഈ ബാത്റൂമിന്റെ ജനാല ഉണ്ടല്ലോ അതങ്ങ് തുറക്കും സ്മെല്ല് വെളിയിലേക്ക് പോകാനായിട്ട്. എന്നിട്ട് അതുവഴി വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ആഹാ ഒരു കാര്യം അവൾ കാണുന്നത്. ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലെ ഒരുത്തനൊരു സ്ത്രീയെ ഇപ്പൊ കൊന്നല്ലോ, അത് കൊടൂരമായിട്ട് ആ കാര്യം ഹീറോയിൻ കാണും, അതും ജനാല വഴി. അങ്ങനെ ഹീറോയിൻ ഇത് കണ്ടിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആ പെണ്ണിനെ കൊന്ന ആ ഒരാള് അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവൻ തിരിഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ ഒരിക്കലും അവന്റെ മുഖം അറിയാൻ കഴിയുന്നില്ല, കാരണം അവന്റെ മുഖം ഉള്ളത് ഇരട്ടത്താണ്. അപ്പോൾ ഹീറോയിന് മനസ്സിലായി അവൻ തന്നെ കണ്ടെന്ന്. അത് മനസ്സിലാക്കിയ ഹീറോയിൻ പതിയെ അവിടുത്തെ ലൈറ്റ് അണച്ചിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും. ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പോലീസ് അവിടേക്ക് വന്നിട്ട് ആ ഒരു വീട്ടിലെ ആ സ്ത്രീയുടെ ശരീരമെല്ലാം പരിശോധിക്കുന്നു. കൂടാതെ നമ്മുടെ ഹീറോയിനോട് കാര്യങ്ങൾ ചോദിക്കും, കാരണം ഹീറോയിനാണ് ഇവരെ വിളിച്ചത്. അങ്ങനെ പോലീസ് ഓഫീസറായിട്ടുള്ള ക്രിസ്ത്യനും അവന്റെ സഹായിയും വന്നിട്ട് ഹീറോയിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഹീറോയിൻ എങ്ങനെയാണ് താമസിക്കുന്നത്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഹീറോയിന്റെ പേരിൽ എന്തെങ്കിലും കേസുകളുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഹീറോയിനോട് ചോദിക്കും. അവളുടെ വീട് നല്ലതുപോലെ പരിശോധിക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഹീറോയിൻ ഒരു ബോക്സറാണെന്ന്. ഏത് ടൈപ്പാണെന്ന് ചോദിക്കുമ്പോൾ തായ് ബോക്സിംഗ് ആണെന്ന് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവർ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ഒരു സഹായിയോട് പറയുന്നുണ്ട്, അല്ല
ആ കൊലയാളി എന്നെ കണ്ടു, എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം, അല്ലാതെ വീട്ടിൽ പ്രൈവറ്റ് ആയിട്ടൊന്നും പ്രൊട്ടക്ഷൻ തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കാരണം ഹീറോയിന്റെ ഒരു സുരക്ഷയിൽ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ എന്ത് കുന്തം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം ആവുന്നത് നമ്മുടെ ഹീറോയിൻ നേരെ വരുന്നത് അവളുടെ ആ ഒരു ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അവിടേക്കാണ്. അങ്ങനെ അതിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും അവളുടെ ട്രെയിനർ വേറെ ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹീറോയിൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഈ കയ്യിൽ ഗ്ലൗസ് എല്ലാം ധരിക്കുമ്പോഴത്തേക്കാണ് അവളോട് ഇന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു പയ്യനാണ്. അവനാണെങ്കിലോ ഹീറോയിനെ കാണുമ്പോൾ ഈ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഹെൽമെറ്റ് വരെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം പെണ്ണിനോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഹീറോയിൻ ഇത് കണ്ടിട്ട് അവളും ഹെൽമെറ്റ് ധരിക്കത്തില്ല. അങ്ങനെ അകത്തേക്ക് കയറി ഫൈറ്റ് തുടങ്ങുന്നു. ആദ്യം ആ പയ്യനാണെങ്കിൽ ഹീറോയിനെ കളിയാക്കുന്ന രീതിയിലാണ് അവളോട് പെരുമാറുന്നത്. കാരണം പെണ്ണാണെന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ ഇടിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്. പക്ഷെ ഹീറോയിൻ അങ്ങനെയല്ല, നല്ല ദൂരെ തിരിച്ചു കൊടുക്കും. ഇത് കണ്ട് അവനും വാശി കയറിയിട്ട് അവനും വന്ന് ഇടിക്കുമ്പോൾ ഹീറോയിൻ വെറുതെ വിടത്തില്ല, അവളും തിരിച്ചിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിച്ചിട്ട് അവസാനം ഹീറോയിന് ദേഷ്യം വന്ന് ഈ ബോക്സിങ്ങിലെ മുട്ടുകൊണ്ട് ഇടിച്ചുവിടാൻ തോന്നുന്നു. അതുപോലെ മുട്ടുകൊണ്ട് അവന്റെ മൂക്കിലും തലയിലും ഇടിച്ച് അവന്റെ ബോധം പോയിട്ട് താഴെ വീഴും. അപ്പൊ ആ ഒരു കോച്ച് വന്ന് ഹീറോയിനോട് നീ എന്താ ഈ കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നല്ലതുപോലെ വഴക്ക് പറയും. മുട്ടുപയോഗിക്കരുതെന്ന് എന്നോട് പലതവണ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഹീറോയിനോട് ബാഗ് എടുത്ത് ഇവിടെ നിന്ന് പോകാൻ പറയും. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവളുടെ സുഹൃത്ത് റാണി ഉണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ റാണി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീക്ക് വേറെ ആരുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൾ രാത്രി സമയങ്ങളിലെല്ലാം വെളിയിൽ ഇങ്ങനെ കറങ്ങി നടക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇന്നലെ റാണിയുടെ ഭർത്താവ് സമീർ അവൾ എവിടെയാണെന്നല്ല ഹീറോയിനോട് ചോദിച്ചത്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് രണ്ടുപേരും റാണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവളുടെ ഭർത്താവ് റാണിയോട് ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു, കുട്ടിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു, നീ അതൊന്നും നോക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് വഴക്കാവും. അങ്ങനെ പരസ്പരം വഴക്കിടുന്നതും ഇത് കണ്ടിട്ട് ഹീറോയിൻ സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് തന്റെ ബാഗ് എടുത്ത് വെളിയിലേക്ക് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആദ്യം അവള് വലിയ കാര്യമാക്കത്തില്ല. പക്ഷെ അവളുടെ റൂം ആരോ തുറക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നതും അവള് പെട്ടെന്ന് നടന്ന് ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് വന്നിട്ട് കുറെ നേരം അവിടെ നോക്കി നിൽക്കും. അപ്പൊ ഈ ഒരു ലോക്ക് ആരോ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവള് പതിയെ വന്ന് ആ ഒരു ഹോൾ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരുത്തൻ ഉള്ളിലേക്ക് നോക്കുന്നു. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. അപ്പൊ എന്തായാലും അതൊരു കൊലയാളി ഉണ്ടല്ലോ അവനാണെന്ന് തോന്നുന്നു. ഹീറോയിൻ ഇപ്പൊ അവിടെ തന്നെ പേടിച്ചിരിക്കുന്നതും വെളിയിൽ വേറൊരു സ്ത്രീ വന്നിട്ട് നിങ്ങൾ ആരാന്നല്ല ചോദിക്കുമ്പോൾ ആ ഒരാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിന് മനസ്സിലായി എന്തായാലും ആ ഒരു കൊലയാളി ഇവളാണല്ലോ ആ ഒരു കൊലപാതകത്തിന് സാക്ഷിയായത്, അതുകൊണ്ട് ഹീറോയിന് തന്നെ കൊല്ലാൻ പോവാണ് എന്ന് മനസ്സിലാക്കി അവൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് പോകുന്നത് അവളുടെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. എന്താ അവരോടെന്തോ വഴക്കിട്ടാണ് ഹീറോയിൻ ഇത്രയും നാൾ മാറി നിന്നത്. അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ സഹോദരനും സഹോദരന്റെ ഭാര്യ ഇവരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഹീറോയിൻ ഒരിക്കലും അവളുടെ അച്ഛനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ തന്റെ സഹോദരനുമായിട്ട് ഹീറോയിൻ സംസാരിക്കുമ്പോഴത്തേക്കാണ് സഹോദരൻ പറയുന്നത് ഇപ്പൊ അച്ഛനെ അമ്മയെ നോക്കുന്നതിൽ പകുതി പണം നീയും തരണം, എന്നാലേ അവരുടെ ചികിത്സ ചെലവെല്ലാം നല്ലപോലെ നോക്കാൻ കഴിയത്തുള്ളൂ, അത് നീ തരണമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ സഹോദരൻ തന്നെ അവളോട് ചോദിക്കാണ് അല്ല നീ എന്തിനാ ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നത്, ഇവിടുന്ന് നിനക്ക് എന്താ ആവശ്യമെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിന് മനസ്സിലായി എന്തായാലും ഹീറോയിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അതുകൊണ്ട് അവൾ ബാഗ് എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. കാരണം ഇവിടെയും തന്നെ സംരക്ഷിക്കാനായിട്ട് ആരുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്നും ഹീറോയിൻ നേരെ പോകുന്നത് അവളുടെ ആ ഒരു കോച്ച് ഉണ്ടല്ലോ അവന്റെ വീട്ടിലേക്കാണ്. ഇപ്പൊ ഈ ഒരു നായകന്റെ സിനിമ അത് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. അങ്ങനെ ഹീറോയിൻ ആ ഒരു കോച്ചിനോട് വന്നിട്ട് എനിക്കൊരു 2 ദിവസം ഇവിടെ നിൽക്കണം, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും കുഴപ്പമൊന്നുമില്ല നീ അകത്തേക്ക് വാന്ന് പറഞ്ഞ് അവളിപ്പോൾ അകത്തേക്ക് വന്നിരിക്കുന്ന സമയത്ത് തന്നെ അവളെ പറ്റിയുള്ള ഓരോ കുറ്റങ്ങൾ അവൻ പറയാൻ തുടങ്ങാണ്. എന്താന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 വർഷം അവൻ ചെലവഴിച്ചത്, പക്ഷെ നീയാണെങ്കിലോ അത് നിസ്സാരമായിട്ടും ഇല്ലാതാക്കിയെന്നെല്ലാം പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതും കേട്ടിട്ട് ഹീറോയിൻ എന്തായാലും ഇവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ബാഗ് എടുത്ത് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ വരുന്നത് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്ലാസ്സിൽ വന്നിരുന്ന് കുറെ നേരം ക്ലാസ് എല്ലാം കേട്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാനായിട്ട് അവൾ വെളിയിലേക്ക് പോകും. അങ്ങനെ നടന്ന് നേരെ ബാത്റൂമിലേക്ക് വന്നിട്ട് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ സുഹൃത്ത് റാണി ഉണ്ടല്ലോ അവളിപ്പോൾ ഹീറോയിനെ വിളിക്കുന്നു. അതുമല്ല റാണിയോടൊപ്പം അവളുടെ കുഞ്ഞുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ റാണി പറയും അവളുടെ ഭർത്താവിന് എന്തോ സംശയമായിട്ട് അവളെയും കുഞ്ഞിനെ പുറത്താക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് വേറെ സ്ഥലമില്ല, നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നു, കുഞ്ഞ് എൻ്റെ ഒപ്പം ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ദിവസം കഴിയാൻ പോവാണെന്ന് പറഞ്ഞ് അവള് ഡോറും തുറന്ന് അകത്തേക്ക് വരും. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത് അല്ല റാണിയ നീ എങ്ങനെ വീടിനകത്തേക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ റാണിയ പറയും അല്ല ഡോറ് തുറന്നു കിടക്കുമായിരുന്നു, അങ്ങനെയാ ഞാൻ കയറിയതെന്ന് പറയുന്നതും ഹീറോയിന് കാര്യം മനസ്സിലായി. കാരണം ഹീറോയിൻ വരുമ്പോഴത്തേക്ക് ആ ഒരു ഡോർ അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു കൊലയാളി ഉണ്ടാവണം. അപ്പോൾ തന്നെ ഹീറോയിൻ റാണിയോട് പറയും റാണിയ ഒരു നിമിഷം അവിടെ നിൽക്കരുത്,
പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ അവള് കുഞ്ഞിനെ റൂമിൽ വെച്ച് കിടത്തുമായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു കൊലയാളി പിറകിലൂടെ വന്നിട്ട് റാനിയുടെ കഴുത്തങ്ങാർക്കും. റാനിയ പെടഞ്ഞ് താഴേക്ക് വീണിട്ട് അവൾ കിടന്ന് പെടയുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഹീറോയിന് നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഹീറോയിൻ പേടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് അവളുടെ ഫോൺ കയ്യിൽ നിന്നും താഴേക്ക് ഒന്ന് വീഴും. അങ്ങനെ അത് കയ്യെത്തി ഒരു വിധത്തിൽ ആ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ആ കൊലയാളി പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ID കാർഡുണ്ട്, അതെടുത്ത് നോക്കുമ്പോഴാണ് ഈ ID കാർഡിലുള്ള ആളല്ല ഇവിടെ മരിച്ചിടക്കുന്നത്. അപ്പോൾ കൊലയാളിക്ക് മനസ്സിലായി അവ കൊന്നത് തെറ്റായിട്ടുള്ള ഒരാളെയാണെന്ന്. അതുകൊണ്ട് അവൻ ആ ഒരു ഫോൺ എടുത്ത് കുറച്ചു നേരം ചെവിയിൽ വെക്കും. ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഇതാരാന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്തോ ഭാഗ്യത്തിന് ഈ കുഞ്ഞിനെ അവനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹീറോയിൻ പോലീസിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് പോലീസുകാരൻ ക്രിസ്ത്യൻ ഉണ്ടല്ലോ, ക്രിസ്ത്യനും അവന്റെ സഹായി ബാക്കിയുള്ള പോലീസുകാർ എല്ലാവരും അവിടേക്ക് വന്ന് ഈ കേസിനെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ അവിടേക്ക് വരുമ്പോൾ ഹീറോയിനോടും ഇവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞ് അത് കഴിഞ്ഞ് ഹീറോയിനെ കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് ഈ പോലീസുകാർ സംശയിക്കുന്നത് റാനിയുടെ ഭർത്താവ് സമീറിനെയാണ്. കാരണം അവനുമായിട്ട് വഴക്കിട്ടതിന് ശേഷമാണ് ഇവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അതുകൊണ്ട് അവൻ ഇവർ സംശയിക്കുന്നുണ്ടെന്നും കുട്ടി ഇവിടെ തന്നെയുണ്ട്, ഇപ്പോൾ കുട്ടി ആരാണ് നോക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഹീറോയിനോട് ക്രിസ്ത്യൻ ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ഉണ്ടല്ലോ ഈ ഒരു പോലീസുകാരൻ, ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അതുകൊണ്ട് നമുക്ക് ഹീറോ എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, കുട്ടി ആര് നോക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഞാൻ അവളുടെ ബന്ധുവാണ്, അതുകൊണ്ട് കുട്ടിയെ ഞാൻ തന്നെ നോക്കിക്കോളാം. അല്ല നീ എവിടേക്കാ കൊണ്ടുപോകാൻ പോകുന്നേ, നിന്റെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അല്ല, എന്റെ വീട്ടുകാരായിട്ട് ഞാൻ അത്ര അടുപ്പത്തിലല്ല. ഓക്കെ, നിനക്ക് വേറെ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു കൊലയാളിയുടെ പേര് പറയുന്നുണ്ടെങ്കിലും ഇവരത് വലിയ കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ഹീറോയിൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീറോയിനെ വിളിച്ചിട്ട് എന്നോടൊപ്പം വാന്നും പറഞ്ഞ് ഹീറോയിനെ കൊണ്ട് മറ്റൊരിടത്തേക്ക് പോവാണ്. അതുമല്ല പോകുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഇവിടെ ഒരു സൈക്കോ കില്ലർ ഉണ്ടെന്നും അവൻ ഈ നാട്ടിൽ മാത്രമല്ല ഇതേപോലെ പലയിടങ്ങളിലും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അവനാണ് നിന്റെ പിറകെ വരുന്നത്, അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഹീറോയിനെ കൊണ്ടാക്കും. എന്നിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ഈ സ്ഥലത്തുള്ള സ്ത്രീകളെല്ലാം കാണുമ്പോൾ തന്നെ ഹീറോയിൻ എന്തായാലും മനസ്സിലാക്കും ഇവിടെ നിൽക്കാനായിട്ട് കഴിയത്തില്ലാന്ന്. കാരണം ആ ഒരു സ്ഥലം അതുപോലെയുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഹീറോയിൻ നേരെ പോകുന്നത് റാനിയുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. എന്താന്ന് വെച്ചാല് അവനെ ചോദ്യം ചെയ്തിട്ട് പോലീസ് വിട്ടയച്ചു. അതുകൊണ്ട് കുട്ടീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഓക്കെ ഞാൻ ടാക്സി ഓടിക്കാനായിട്ട് പോവാണ്, പോയിട്ട് വരുന്നത് വരെ നീ കുട്ടിയെ നോക്കിയാൽ മതി, എന്ത് തന്നെയായാലും റാനിയ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്നല്ല അവനോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ നേരെ വെളിയിലേക്ക് വന്ന് അവളുടെ ആ ഒരു ടാക്സി ഉണ്ടല്ലോ അതും എടുത്ത് സാധാരണ പോലെ തന്നെ അവളുടെ ടാക്സി ഇടാനായിട്ട് വരികയാണ്. അങ്ങനെ 1-2 ഓട്ടോ എല്ലാം കഴിയുമ്പോഴത്തേക്കാണ് അവളുടെ കാറിൽ ഇപ്പോൾ ഒരുത്തൻ കയറിയിട്ടുണ്ട്. ഇത് വേറെ ആരുമല്ല, ആ ഒരു സൈക്കോ കൊലയാളി. കാരണം ഹീറോയിന്റെ ID കാർഡ് അവന്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഹീറോയിൻ ആരാണെന്ന് അവൻ കണ്ടുപിടിച്ചു. എന്നിട്ട് കാറിനകത്ത് ആ ഒരു കത്തിയും കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, വണ്ടി അങ്ങനെയോ ഓടിച്ചു പോകുന്നു. അവസാനം ഒരു സിഗ്നലിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുന്നത് ഇവന്റെ കയ്യിലുള്ള ഹീറോയിന്റെ ID കാർഡ് എടുത്ത് സീറ്റിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് ഹീറോയിൻ കാണുന്നതും പെട്ടെന്ന് കത്തി കൊണ്ട് ഒരു ഒറ്റ കുത്ത് ജസ്റ്റ് മിസ് ആ ഒരു സീറ്റ് കീറി ഹീറോയിന്റെ കൈയിനടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് അവൻ ആ ഒരു കത്തി വലിച്ചൂരി അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഇപ്പോൾ ഹീറോയിനും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാറും ട്രാഫിക് സിഗ്നൽ കാണിക്കാതെ തന്നെ അവൾ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഓടിച്ചോണ്ട് പോവാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിന്റെ ഇടയിലും ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാന ഹീറോയിൻ ഒരു സ്ത്രീയെ ഇടിക്കാനായിട്ട് വരുമ്പോൾ കാർ പെട്ടെന്ന് തിരിച്ച് മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണെങ്കിലോ വേറൊരു കാർ വന്നിട്ട് ഇവരുടെ കാറിലേക്ക് ഇടിച്ച് ഇപ്പോൾ രണ്ടുപേരും മനങ്ങാതെ കിടക്കാണ്. ആ സൈക്കോടെ കത്തിയാണെങ്കിലോ മുന്നിലത്തെ സീറ്റിനടിയിലും വീണു. ഇപ്പോൾ ഹീറോയിൻ ആ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ വരുന്നതും വേറൊരു വണ്ടി നല്ല വേഗതയിൽ വന്ന് ഈ ഡോറ് ഇടിച്ചങ്ങ് തെറിപ്പിക്കും. അപ്പോഴാണ് ആ ഒരു സൈക്കോ വീണ്ടും ഹീറോയിന്റെ കഴുത്തിലേക്ക് കയറി പിടിച്ചിട്ട് ഈ കത്തി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവള് പിന്നെയും ആക്സിലേറ്ററിലേക്ക് ചവിട്ടി കാർ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ അവന് നിയന്ത്രണം വിട്ടു. അങ്ങനെ അവിടെ നിന്നും വണ്ടി എങ്ങനെയെങ്കിലും പലയിടങ്ങളിലൂടെ ഓടിച്ച് ഈ തെരുവിലൂടെ എല്ലാം ഓടിച്ചിട്ട് അവസാനം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ച് തല കീഴായിട്ട് മറിഞ്ഞങ്ങ് വീഴും. അപ്പോഴാണ് കണ്ടു നിന്ന 1-2 സ്ത്രീകൾ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പോലീസിനെ വിളിക്കാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയിൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ റോഡിന് അപ്പുറത്തായിട്ട് തെറിച്ച് വീണ സൈക്കോ വില്ലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ഇത് കണ്ട ഹീറോയിൻ അവിടെ നിന്ന് നടന്ന് ഈ റോഡിന്റെ മറ്റൊരു വശത്തേക്ക് പോകും. സൈക്കോയും പുറകെ തന്നെയുണ്ട്. അങ്ങനെ അവൾ നടന്ന് വലിയൊരു പാലമുണ്ട്, അതിന് മുകളിലേക്ക് വന്നിട്ട് പേടിച്ച് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോ ആണെങ്കിലോ അവളുടെ പിറകെ വന്ന് ആ ഒരു കത്തി എടുത്തിട്ട് അവളെ ശരീരത്തിൽ പലയിടങ്ങളിലും വെട്ടുന്നുണ്ട്. അതൊന്നും രണ്ടും വെട്ടൊന്നല്ല, ആ സൈക്കോ കൊല്ലാനായിട്ട് വരുന്നതും അവൾ പെട്ടെന്ന് ആ പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. പിന്നീട് എന്താണ് ഹീറോയിന് സംഭവിച്ചതെന്നോ ഒന്നും ഓർമ്മയില്ല. കുറെ കഴിഞ്ഞിട്ട് അവൾ കണ്ണു തുറക്കുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ഹേയ് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവളെ പരിചരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഹീറോയിനെ വെള്ളത്തിൽ നിന്നും എങ്ങനെയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അവൾ എന്തായാലും സേഫാണ്.
ഇനി കുറച്ചു കാലത്തേക്ക് സൈക്കോയും അവളുടെ പിറകെ വരാൻ പോകുന്നില്ല, കാരണം അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ വന്നിട്ട് ഹീറോയിനെ കണ്ട്, ഹേയ് നിനക്ക് അവന്റെ ഓർമ്മയുണ്ടോ, അവനെ വരച്ചു തരാനായിട്ട് കഴിയൂ, അവനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമെന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല ഈ കുട്ടി എവിടെയെന്നാണ്. അപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ അച്ഛനോടൊപ്പം തന്നെയുണ്ട്, നിന്നെ ആ ഒരു സ്ഥലത്തല്ലേ ഞാൻ ഇറക്കി വിട്ടത്, നീ എന്തിനാ അവിടെ നിന്ന് പോയെന്നെല്ലാം ചോദിച്ച് ഹീറോ അവളെ വഴക്ക് പറയുന്നു. എന്നിട്ട് പറയും, ഓക്കെ നിനക്ക് ശരിയാകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഹീറോയിൻ ദേഹത്തെ മുറിവല്ല ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ ഒരു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിട്ട് അവളുടെ ഡ്രസ്സെല്ലാം മാറ്റി ശരീരം നോക്കുമ്പോൾ പലയിടങ്ങളിലും ഈ മുറിവ് കാണുന്നുണ്ട്, ഇതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നൊരു കാര്യം പറയും, നിന്നെ ഞാൻ എന്തായാലും കൊല്ലുമെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് സമീർ വരും. സമീർ വന്ന് നമ്മുടെ ഹീറോയിനെ കണ്ടിട്ടാണ് ഒരു കാര്യം പറയുന്നത്, അവരുടെ കുട്ടിയുണ്ടല്ലോ അതൊരിക്കലും സമീറിന്റെ കുട്ടിയല്ല, അത് മറ്റൊരാളിൽ ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് സമീർ എഴുന്നേറ്റ് പോകുന്നു. പിന്നീടാണ് നമ്മുടെ ഹീറോ വന്ന് ഹീറോയിനോട് സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, കുഞ്ഞ് എൻ്റെ അച്ഛനോടൊപ്പം ഉണ്ട്. അല്ല റാണിയ നിന്റെ കുടുംബത്തിലുള്ള ഒരാളല്ലല്ലേ, ആ കുഞ്ഞിനെ നീ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. സോറി, ആ ഒരു കുഞ്ഞുള്ളത് ഹീറോയുടെ അച്ഛൻ്റെ കൂടെയല്ല, ഹീറോയിന്റെ ഫാമിലി ഉണ്ടല്ലോ അച്ഛനും അമ്മയും അവരോടൊപ്പമാണ്. എന്നിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, ഓക്കെ ആ ഒരു കൊലയാളിയെ പറ്റി നിനക്ക് ഇപ്പോഴെങ്കിലും പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഒന്നും മിണ്ടത്തില്ല, കാരണം ഹീറോയിൻ തന്നെ അവനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ അവൻ പറയും, നിനക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിന് ഏകദേശം നല്ല രീതിയിൽ മാറ്റമുണ്ട്. അതുകൊണ്ട് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. അപ്പൊ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടേക്കാ പോകാൻ പോകുന്നത്, നീ എവിടെ പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്കാൻ പറയുമ്പോൾ ഈ കുടുംബത്തിൽ നിൽക്കാനായിട്ട് ഹീറോയിന് എന്തായാലും താല്പര്യമില്ല. അതിന് പ്രധാന കാരണം അവളുടെ അച്ഛനെ അവൾ അത്രയും വെറുക്കുന്നുണ്ട്, അയാൾ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അത് കാരണം ഹീറോയിൻ നല്ല ദേഷ്യപ്പെട്ടാണ് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് വന്ന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനെ വിളിക്കും. അപ്പോൾ ഹീറോയെ വിളിക്കുമ്പോഴത്തേക്കും ഫോൺ എടുക്കുന്നത് ഒരിക്കലും ഹീറോ അല്ല, ഹീറോയുടെ അച്ഛനാണ്. അയാൾക്കാണെങ്കിൽ വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഹീറോയും വിളിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാണ്, കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അവിടെ കഴിയണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ വന്നോ എന്ന് പറയും. പക്ഷെ ഒരിക്കലും ഹീറോ അല്ല ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഹീറോ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഏയ് അത് ഞാനായിരിക്കില്ല, എൻ്റെ അച്ഛനായിരിക്കും. ഓക്കെ എന്തായാലും നീ ഇവിടെ നിൽക്ക്, നിന്നെ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക്, ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടാക്കാന്ന് പറയുമ്പോൾ ഹീറോയിന് താല്പര്യമില്ലാതെ അവൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു കുട്ടി ഈ അപ്പൂപ്പനെ നോക്കിയിട്ട് ബായ് ബായ് എന്നെല്ലാം പറയുമ്പോൾ ഇത് കണ്ട ഹീറോയ്ക്ക് എന്തോ ഒരു സഹതാപം തോന്നി. ഓക്കെ ഒരു ദിവസം നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി ഇവരെ രണ്ടുപേരെയും അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുന്നതും ഹീറോയിൻ രാവിലെ തന്നെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഹീറോ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അതുമല്ല എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോഴാണ് ഹീറോ അവന്റെ അച്ഛൻ, ഇവർ രണ്ടുപേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്, ഹീറോ ആണ് അവന്റെ അച്ഛനെ നോക്കുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഹീറോയിൻ അങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന്, ഓക്കെ ഞങ്ങൾ ആ ഒരു കൊലയാളിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, പിന്നെ നീ ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്, പോലീസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, കാരണം അവിടെ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു, അതിന് നിനക്കെതിരെ അവർ കേസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് വിട്ട് വേറെ എവിടെയും പോകരുത്, ഞാൻ വന്നതിന് ശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയോട് ചോദിക്കും, അല്ല നിനക്കൊരു കുട്ടിയില്ലേ, നിനക്കൊരു കുടുംബമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് 8 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, പക്ഷെ അവരിപ്പോൾ ഇവിടെയില്ല, അമേരിക്കയിലാണ്, അവന്റെ അമ്മയുമായിട്ട് ഞാനും അവളുമായിട്ട് പിരിഞ്ഞു എന്ന് ഹീറോ പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ ജോലിക്ക് പോകുന്നതും കുറേ നേരം ഹീറോയിൻ ഈ ഒരു വീടിനകത്ത് തന്നെ നിൽക്കും. എന്നിട്ട് ഹീറോയുടെ അച്ഛനുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഹീറോയ്ക്കൊരു നായയുണ്ട്, ആ ഒരു നായനെയും അതേപോലെ തന്നെ ആ ഒരു കുട്ടിയെ എടുത്ത് ഹീറോയിൻ വെളിയിലേക്ക് പോകും, അതും അടുത്തുള്ളൊരു പാർക്കിനടുത്തേക്ക്. അങ്ങനെ കുറേ നേരം ആ ഒരു പാർക്കിൽ വന്ന് അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുന്നതും അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു പോലീസ് വണ്ടി അതിലേക്ക് പോകുന്നു. ആ പോലീസുകാരൻ എന്തോ ഹീറോയിനെ കണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ആ ഒരു വണ്ടി നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവള് പെട്ടെന്ന് പോകാൻ വരുന്നതിന് മുന്നേ തന്നെ ആ പോലീസുകാരൻ അവളെ വന്ന് വിളിച്ചിട്ട്, അല്ല നീ ഓസ്കയല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ID കാർഡ് കാണിക്കാൻ പറയുന്നതും ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ ആ പോലീസുകാരനെ പിടിച്ച് 2 ഇടി ഇടിച്ച് അവനെ തള്ളി താഴെ കിട്ടിട്ട് ആ കുട്ടീനെയും കൊണ്ട് അവളെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് തന്നെ പോകും. കുറെ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പൊ അവന്റെ നായ അവിടെ ഉണ്ടല്ലോ അതിനെയും അവിടെ നിന്നും പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടേക്കൊന്നും വരരുതെന്ന്, നീ എന്തിനാ ഈ നായനെ കൊണ്ടുവന്നേ എന്നെല്ലാം ചോദിച്ച് ഹീറോയിനെ കുറെ വഴക്ക് പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും സാധാരണ രീതിയിൽ നിന്ന് സംസാരിക്കുന്നു. അതിനിടയിൽ ഹീറോ ആണെങ്കിലോ ആ കുട്ടിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, അതിനോട് നല്ലതുപോലെ കളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്.
അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോയുടെ സഹായിയായിട്ടുള്ള ഒരുത്തൻ അവൻ വീടിനകത്തേക്ക് കയറി വരുന്നത്. എന്താന്ന് വെച്ചാല് ഇവരന്വേഷിക്കുന്ന ആ ഒരു കൊലയാളിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീടിനകത്തേക്ക് വരുന്നത്. ഇപ്പൊ അവൻ ഹീറോയിനെ കണ്ടു കഴിഞ്ഞാല് അതെന്തായാലും പ്രശ്നമാവും. അതുകൊണ്ട് ഹീറോയിൻ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്തേക്ക് ഒളിച്ചു നിൽക്കും. എന്നിട്ട് അതിനോട് പറയും മിണ്ടരുതെന്ന്. അങ്ങനെ കുറെ നേരം അവരവിടെ ഒളിച്ചു നിൽക്കുമ്പോൾ ആ സഹായി ഈ കൊലയാളിയുടേതെന്ന് സംശയിക്കുന്ന കുറച്ച് ഫോട്ടോസ് കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അവന്റെ മുഖം വ്യക്തമല്ല. കാരണം പലയിടങ്ങളിൽ ക്യാമറ ഉണ്ടെങ്കിലും ആ ക്യാമറയിൽ മുഖം കൊടുക്കാതെയാണ് അവൻ കൂടുതൽ നടന്നു പോകുന്നത്. എന്നാലും ഏകദേശം ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഹീറോയിനോട് ആ ഒരു കുഞ്ഞിനെ കൊണ്ട് മിണ്ടാതെ നിൽക്കല്ലേ ഈ സഹായി കാണാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ആ കുഞ്ഞിന്റെ പാൽക്കുപ്പി അവിടെ ഇരിക്കുമായിരുന്നു. ഇതിപ്പോ ആ ഒരു സഹായി കുറെ നേരം നോക്കുന്നതും ഹീറോ അത് കാണുമ്പോൾ തന്നെ കുറച്ചു നേരം വലിയ കാര്യമാക്കാതെ ഇവര് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ ആ ഒരു പാൽക്കുപ്പി എടുത്തിട്ട് നേരെ നടന്നു ചെന്ന് ഹീറോയുടെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും ചൂടുണ്ട്, നോക്കി കുടിക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു സഹായി അടുത്തേക്ക് വരുന്നതും ഈ അപ്പൂപ്പൻ പെട്ടെന്ന് അത് വാങ്ങി കുടിക്കും. കാരണം ഈ പോലീസുകാരന് സംശയം വരാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് അയാൾക്ക് വേറെ സംശയമില്ല. അയാൾ വിചാരിക്കും വയ്യാത്ത അച്ഛനല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ആ സഹായി അവിടെ നിന്നങ്ങ് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹീറോ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് ഹീറോയിനെന്തോ ഹീറോയെ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നുന്നു. കാരണം അധികം മക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അച്ഛന് വേണ്ടി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഹീറോയിന് ആ ഒരു ഇഷ്ടം തോന്നിയിട്ട് നേരെ ഹീറോയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം എന്താണ് ഇത് തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആവുന്നതും അപ്പോൾ ഹീറോ പറയും ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകണം, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്കണമെന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അതുമല്ല ഹീറോയുടെ കയ്യിലാണെങ്കിൽ ഒരു തോക്കുമുണ്ട്. അപ്പോൾ ഹീറോയിൻ അറിയത്തില്ല അവൻ എവിടേക്കാണ് പോകുന്നത്. പിന്നീടാണ് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോ നമ്മുടെ കൊലയാളി ഉണ്ടല്ലോ സൈക്കോ, അവനെ കണ്ടുപിടിച്ചു. അവൻ വർക്ക് ചെയ്യുന്ന അതേ ഓഫീസിൽ ഇവർ വരുന്നു. എന്നിട്ട് അവന്റെ ഓഫീസ് റൂം എവിടെയാണെന്ന് ചോദിച്ച് നേരെ ആ ഒരു സൈക്കോയുടെ മുന്നിലേക്ക് വരുന്നതും ഇവൻ തന്നെയാണ് സൈക്കോ, ഇവന്റെ പേര് സായിദ്. അങ്ങനെ ഇവര് രണ്ടുപേരും സാധാരണ വന്നിട്ട് നിങ്ങളുടെ ദേഹത്തുള്ള ആ ഒരു പരിക്കുകളിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ ചോദിക്കും എന്ത് നിങ്ങൾ എന്താ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ദേഹത്ത് സംഭവിച്ച ആ ഒരു പരിക്കുകളല്ലേ, മുറിവുകൾ, അതെങ്ങനെയാ പറ്റിയതെന്ന്. അപ്പൊ ആ സൈക്കോ ആണെങ്കിലോ എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ എന്താ ഈ പറയുന്നേ എന്തെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് വീഡിയോ കോൾ ഇടാൻ പറയും. അതേപോലെ തന്നെ ഹീറോയിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നതും ഹീറോയുടെ അച്ഛൻ ആ ഫോൺ എടുത്ത് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ഫോൺ എടുത്ത് ഈ സൈക്കോയെ കാണിച്ചിട്ട് ദേ ഇവനാണോ എന്ന് ചോദിക്കുന്നതും അവളെ കാണുമ്പോൾ തന്നെ സൈക്കോയും മനസ്സിലായി. അപ്പൊ സൈക്കോ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു കമ്പി അങ്ങനെ കയ്യിൽ ഒളിപ്പിച്ചെടുത്തിട്ട് ഹീറോയും പറയും അത് ഇവൻ തന്നെയാണെന്ന് പറയുന്നതും സൈക്കോ പതിയെ നടന്നു വന്ന് ആ സഹായി ഉണ്ടല്ലോ അവന്റെ കഴുത്തിലേക്ക് കുത്തിയങ്ങിറക്കും ഈ കമ്പി. അതുകൊണ്ട് ഹീറോ പെട്ടെന്ന് ആ ഒരു സഹായിയെ പിടിക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ സൈക്കോ ഹീറോയുടെ ഫോൺ മോഷിച്ചുകൊണ്ടാണ് ആ ബിൽഡിംഗ് വിട്ട് ഓടിപ്പോകുന്നത്. അങ്ങനെ സൈക്കോ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും ഇത് കണ്ട ഹീറോയിനാണെങ്കിലോ ഹീറോയിന് മനസ്സിലായി ഇപ്പൊ സൈക്കോ എവിടെയാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഹീറോയി പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ ആ മുത്തശ്ശന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്ന ആ ഒരു കാറും എടുത്ത് അവള് സൈക്കോ അന്വേഷിച്ചു പോവാണ്. കാരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സൈക്കോയുടെ കാര്യം തീർന്നു. അങ്ങനെ ഹീറോയിൻ നല്ല ദേഷ്യത്തില് ആ ഒരു സ്ഥലത്ത് ഈ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് സൈക്കോ ഈ റോഡിലൂടെ ഇങ്ങോട്ട് ഓടിപ്പോകുന്നു. ഇത് കണ്ട ഹീറോയിൻ ഓക്കെ ഇത് തന്നെയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി തിരിച്ച് വേറൊരു വഴിയെ സൈക്കോയുടെ പുറകെ പോകും. അപ്പോൾ സൈക്കോ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാല് അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്കാണ്. ഹീറോയിൻ അവനെ ഫോളോ ചെയ്യുന്നത് അവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ ഒരു റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറി പോകുന്നതും അതൊരു മെട്രോ സ്റ്റേഷനാണ്. അതിനകത്തേക്ക് കയറി പോകുമ്പോൾ ഹീറോയിൻ അവിടെ വണ്ടി കൂടി നിർത്തിയിട്ട് അവന്റെ പിറകെ തന്നെ പോകുന്നു. അവൻ ഇപ്പോഴും അവളെ കാണുന്നില്ല. അങ്ങനെ അവൻ ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ഈ മെട്രോയ്ക്കകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഹീറോയിനും പിറകെ തന്നെ ഓടിക്കയറും. എന്നിട്ട് എല്ലാവരെയും ഇടിച്ചു മാറ്റി നേരെ നടന്നു ചെന്ന് അവൻ ഇരിക്കുന്ന ആ ഒരു സീറ്റിനടുത്ത് ഇരുന്നിട്ട് കാണുമ്പോൾ തന്നെ ഹീറോയിൻ അറിയാലോ ഒരു തായ് ബോക്സർ ആയതുകൊണ്ട് ഓടി വന്നിട്ട് അവനെ പിടിച്ച് ഇടിക്കുകയാണ്. ഇപ്പോ സൈക്കോയ്ക്ക് ഈ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവളെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് തവണ ഹീറോയിൻ അവനെ പിടിച്ചിട്ട് ഇടിക്കുന്നതും ഈ ട്രെയിനകത്തുള്ള എല്ലാവരും ഇത് കണ്ടിട്ട് ഹീറോയിനെ പിടിച്ചങ്ങ് വയ്ക്കും. കാരണം ഇവനാണെങ്കിൽ ഈ ഒരു കോട്ട് സ്യൂട്ടിലായിട്ട് നല്ല ഡീസന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഹീറോയിനാണ് പ്രശ്നമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അവളെ പിടിച്ചു വെക്കുന്നത്. ഈ ഗ്യാപ്പിൽ സൈക്കോ ആ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ജസ്റ്റ് മിസ്സായി പോയി. അങ്ങനെ ആ സൈക്കോ ഓടി രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നിട്ട് അവനിപ്പോ അവിടുത്തെ ബാത്റൂമിലേക്ക് കയറി ഹീറോയുടെ കയ്യിൽ ആ ഒരു ഫോൺ അവന്റെ കയ്യിൽ ഇരിക്കുകയാണല്ലോ. ആ ഫോൺ എടുത്ത് അവൻ ഏത് നമ്പറിലേക്കാണോ വിളിച്ചത്, നമ്മുടെ ഹീറോയിനെ വിളിച്ചത് ഏത് നമ്പറിൽ നിന്നാണോ ആ നമ്പറിലേക്ക് തന്നെ തിരിച്ചു വിളിക്കും. അപ്പോൾ എടുക്കുന്നത് ഹീറോയുടെ അച്ഛൻ. എന്നിട്ട് അയാൾക്ക് നല്ലതുപോലെ സംസാരിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലാക്കിയ സൈക്കോ ഇപ്പൊ അയാളോട് സാർ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരണം, അതിനാണ് വിളിച്ചത്, നിങ്ങളുടെ മകൻ എന്നോട് കൊണ്ട് എത്തിക്കാൻ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പൊ അപ്പൂവനാണെങ്കിലോ ഇതൊന്നും അറിയാതെ സൈക്കോയ്ക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. എവിടെയാണ് നമ്മുടെ ഹീറോയുടെ വീട്ടിലേക്ക്. എന്നിട്ട് വീടിനകത്തുള്ള ജനാലയും കാര്യങ്ങളെല്ലാം മടച്ചു വെക്കുമ്പോൾ ഇവിടെ ആ ഒരു അപ്പൂപ്പനെയും
ആ ചെറിയ കുട്ടീനെ കാണാനില്ല. അപ്പൊ രണ്ടുപേരുടെ പേര് വിളിച്ചിട്ട് അടുത്തൊരു മുറിക്കകത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ആരോ മൂടിയിട്ടേക്കുന്നു. ഇനി ആ സൈക്കോ ഇവരെന്തെങ്കിലും ചെയ്തോന്ന് വിചാരിച്ച് അവൾ അടുത്തേക്ക് ചെന്നിട്ട് തുണിയെടുത്ത് മാറ്റുമ്പോഴത്തേക്കും അപ്പൂപ്പനെ അവിടെ കെട്ടിയിട്ടേക്കാണ്. പെട്ടെന്നാണ് പുറകിലൂടെ ആ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് സൈക്കോ അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവൻ അവളോട് എന്തൊക്കെയോ പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവള് പറയും അതൊരു ചെറിയ കുഞ്ഞാണ്, അവളെ വെറുതെ വിടാൻ പറയുമ്പോൾ അവൻ പറയും ശരി, അങ്ങനെയാണെങ്കിൽ നീ മുട്ടുകുത്തിയിരിക്കാൻ പറയും. ഇപ്പൊ ഹീറോയിന് വേറെ വഴിയില്ല, അവൾ അതുപോലെ ഇരിക്കുന്നതും അവൻ ഓടി വന്നിട്ട് ഒരു ഒറ്റയടി വയറിലേക്ക്. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഒന്നും അറിയാതെ അവൻ സ്റ്റേഷനിൽ നിൽക്കാണ്. അങ്ങനെ വീണ്ടും വീടിനുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ കാലും കൈയും കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ആ സൈക്കോ അവിടെ ഇരുന്നിട്ട് അവൻ എന്തിനാണ് ഇതുപോലെ പെണ്ണുങ്ങളെ കൊല്ലുന്നത് എന്നുള്ള കാരണം പറയാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ ചിന്താഗതിയിൽ പെണ്ണുങ്ങൾ എപ്പോഴും ആണുങ്ങൾക്ക് അടിമയായിട്ടിരിക്കണം, എന്നിട്ട് അവന്റെ വീട്ടിൽ ജോലിയെല്ലാം ചെയ്ത് കുട്ടികളെ വളർത്തി അങ്ങനെ കഴിയണം. അല്ലാതെ ഇതുപോലെ മോശപ്പെട്ട സ്ത്രീകളാവുന്നവരെ ഒരിക്കലും ഈ ഭൂമിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അത്തരത്തിലുള്ള സ്ത്രീകളെ കൊല്ലുന്നത്. എന്നിട്ട് നീയും ഒരിക്കൽ അതുപോലെ ആവുന്നെല്ലാം പറഞ്ഞ് അവനിപ്പോ ഹീറോയിന്റെ ദേഹത്തേക്ക് മദ്യം കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് എന്താ ചെയ്യുന്നറിയോ, പെട്ടെന്ന് അവിടേക്ക് തീ ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ ഒരു തീ കത്തി പിടിക്കുന്നത് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് തിരിഞ്ഞു കിടന്നിട്ട് ആ ഒരു തീ അങ്ങ് അണക്കിയാണ്. എന്തോ ഭാഗ്യത്തിന് ട്രൈ ചെയ്ത അവസാനം ആ ഒരു തീ മുഴുവനായിട്ട് അണയുന്നുണ്ട്. ഇതേ സമയം ഹീറോ ആണെങ്കിലോ ഇവര് വീട്ടിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഹീറോയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഈ ഒരു തീ പിടിച്ചിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ കിടക്കുന്നതും ഈ സൈക്കോ പതിയെ അടുത്തേക്ക് വരും. ഓക്കെ, എന്നിട്ട് അവളെ വീണ്ടും വഴക്ക് പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളാണെങ്കിൽ ഈ തീ പിടിച്ചിട്ട് കയ്യിലെ ആ ഒരു ടേപ്പ് ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോയി. ഇത് സൈക്കോ അറിയുന്നില്ല. എന്നിട്ട് അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ചാടി പിടിച്ച് അവനെ അങ്ങനെ കമഴ്ത്തിയിട്ടിട്ട് അവനെ അങ്ങനെ കാലുകൊണ്ട് ലോക്ക് ചെയ്ത് മുഖത്തേക്ക് ഒരു 2-3 ഇടി എന്ന് പറഞ്ഞാൽ നിർത്താതിരിക്കും. അവസാനം സൈക്കോ ഹീറോയിനെ ഇടിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഹീറോയിൻ വീടോ ഇല്ല. നല്ല അവസരമാണ് ഇപ്പൊ കയ്യിൽ കിട്ടിയേക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ എടുത്തിട്ട് ഇടിക്കും. ഇതൊന്നും അവന് കൊണ്ടാ പോരാ, എന്നാലും ഒരു സമാധാനമുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ ഹീറോ എങ്ങനെയോ ഈ സ്ഥലത്ത് എത്താറായി. ഈ ഗ്യാപ്പിൽ ഹീറോയിൻ അവന്റെ കഴുത്തിലേക്ക് ഒരു കയറിട്ട് കെട്ടി അവന്റെ കൈയും കാലും കെട്ടി അവിടെ ഇട്ടേക്കും. എന്നിട്ടാണ് ഈ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു ചെറിയ കുട്ടിയെ കാണിച്ചിട്ട് ദേ ഇവള് നോക്കണം, ഞാൻ എന്തായാലും പുറത്തേക്ക് പോവാണ്, തിരിച്ചു വരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനിപ്പോ ഒന്ന് പിടിക്കുമ്പോഴത്തേക്കും ഹീറോ പെട്ടെന്ന് ഇവിടേക്ക് വിളിക്കുന്നു. അപ്പോഴാണ് ആ സൈക്കോ പറയുന്നത് ദേ നോക്ക്, എന്റെ ഭാഗത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉടനെ രക്ഷപ്പെടും, നീയും ആ ഒരു കുട്ടിയും നിന്നെ പോലെ തന്നെ ഒരു മോശപ്പെട്ട സ്ത്രീയാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ അഹങ്കാരത്തോടെ ഇങ്ങനെ ചിരിക്കുന്നതും. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത് പക്ഷെ നിനക്ക് ദൈവത്തെ പറ്റി ഒരു ധാരണയില്ല, നീ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടാവും, പക്ഷെ ആ ദൈവമല്ല എനിക്കുള്ളത് എന്നും പറഞ്ഞിട്ട് ഇവനെ അങ്ങനെ പിടിച്ച് ഈ ഒരു ബിൽഡിങ്ങിന് താഴേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ റോഡിന് സൈഡിലൂടെ തന്നെ അവനെ കൊണ്ടുവന്നിട്ട് അവളുടെ കാറിന്റെ ആ ഒരു ഡിക്കിയിലേക്ക് അവനെ കൊണ്ടിട്ടിട്ട് അവിടെ വയസ്സായിട്ടുള്ള സ്ത്രീ നിൽപ്പുണ്ട്. അവരിതെല്ലാം കാണുമായിരുന്നു. ഇപ്പൊ അവരോട് പറയും മുകളിലേക്ക് ചെല്ലി അവിടെ വയസ്സായിട്ടുള്ള അപ്പൂവനും ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്, അവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞ് ഹീറോയിൻ ഇപ്പോ ഈ കാറിനകത്തേക്കായിരുന്നു. അപ്പൊ ഈ ഒരു സൈക്കോ ആണെങ്കിലോ പുറകിലത്തെ ആ ഒരു സീറ്റിന്റെ ഭാഗം ചവിട്ടി പൊളിച്ചിട്ട് നീ എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നതും ഹീറോയിൻ കാർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് റിവേഴ്സ് എടുത്തോണ്ട് പോകും. എന്താണെന്ന് കാണിക്കുമ്പോൾ പുറകിലേക്ക് കൊണ്ട് ഇടിക്കാനാണ്. അങ്ങനെ നല്ല സ്പീഡിന് കൊണ്ടുവന്നിട്ട് സൈക്കോ വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നേരെ കൊണ്ടുവന്നിട്ട് ഒരു ഒറ്റ ഇടി. ആ ഇടിയിൽ എന്തായാലും സൈക്കോ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കാറിന്റെ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. ഹീറോയിൻ അതിനകത്ത് സ്റ്റക്കായി പോയി. അതുമല്ല പെട്ടെന്ന് കാറിന്റെ പിറകിൽ തീ പിടിക്കുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വരും. എന്നിട്ട് ഓടി വന്ന് ഹീറോയിനെ കാറിനുള്ളിൽ നിന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കാണ്. ഇപ്പൊ കാറാണെങ്കിലോ കത്തി പിടിച്ച അവസാനം ഹീറോ അവളെ വലിച്ച് താഴെ കിടന്നതും കാർ അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. സൈക്കോ എന്തായാലും പൂർണ്ണമായിട്ട് മരിച്ചു. എന്നിട്ട് ഹീറോയിൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഹേയ് എവിടെയും പോരുത്, എനിക്ക് നിന്നെ വേണോന്ന് ഇങ്ങനെ പറയുന്നതും ഹീറോയിൻ എന്തായാലും മരിക്കാൻ പോകുന്നില്ല എന്നും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ക്ലൈമാക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.